ഹായ് ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട്? നമ്മുടെ ഹോംവർക്കൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ക്ലാസ്സിന് തയ്യാറെടുക്കുന്നില്ലേ? നമ്മളുടെ ലക്ഷ്യം നമ്മളുടെ ഈ വർഷം തന്നെ ഒരു അടിപൊളി അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ്. അത് നീറ്റ് ആവാം, IIT ആവാം, NIT ആവാം, നല്ലൊരു റെപ്യൂട്ടഡ് എഞ്ചിനീയറിംഗ് കോളേജ് ആവാം, ഐക്കർ ആവാം, കുസാറ്റ് ആവാം. അങ്ങനെ ഫിസിക്സിൽ നമുക്കൊരു ഹയർ സ്റ്റഡീസ് പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മൊഡ്യൂൾ തയ്യാറാക്കുന്നതാണ് നമ്മളുടെ ഈ ക്ലാസ്സുകൾ. അതുകൊണ്ട് തന്നെ ഫിസിക്സിൽ ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്ന എല്ലാവരും, ഫിസിക്സിൽ +2 ഫുൾ മാർക്ക് വേണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ മാത്രം ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചു. ഫുൾ മാർക്ക് ഉറപ്പ്. ഹയർ സ്റ്റഡീസിനുള്ള എൻട്രൻസ് പരീക്ഷകളിൽ ഫുൾ മാർക്ക് നമുക്ക് ഉറപ്പാക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യേണ്ടതെന്നറിയോ? ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസാണ്. ഗോസ് തിയറത്തിന് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഞാനിവിടെ എഴുതാം. ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ടോട്ടൽ ചാർജ് എന്നുള്ളതാണ്. ഇതിലെന്താണ് ആപ്ലിക്കേഷൻ വരിക എന്ന് ചോദിച്ചാൽ, ഈ ഫ്ലക്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കുമല്ലോ എഴുതുക. ടോട്ടൽ ഇ ഡോട്ട് എസ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു സിഗ്മ ക്യൂ എന്നായിരിക്കും നിങ്ങൾ എഴുതുക. ദാറ്റ് മീൻസ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് ദ ടോട്ടൽ ഫ്ലക്സ് you have electric field appearing there. So what we will do with Gauss theorem is we will use this theorem for the calculation of electric field. ആ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേഷൻസ് പരീക്ഷയ്ക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് ഇതിനകത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഗോസ് തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 5 സ്റ്റെപ്പുകളിലാണ് ഈ തിയറം അപ്ലൈ ചെയ്യുക. ഞാൻ ആ സ്റ്റെപ്പുകൾ ഇവിടെ എഴുതാവേ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വി നീഡ് എ ഗോസിയൻ സർഫസ്. ഗോസിയൻ സർഫസിൻ്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് സർഫസ് മസ്റ്റ് ബി എ ക്ലോസ്ഡ് സർഫസ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്യും. ഗോസിയൻ സർഫസ്, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്തായിരിക്കും? വി ആർ ഗോയിങ് ടു അപ്ലൈ ദിസ് ഇക്വേഷൻ. സോ നാച്ചുറലി വി വിൽ ഫൈൻഡ് ദ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദാറ്റ് സർഫസ്. അതാണ് നമ്മളുടെ രണ്ടാമത്തെ കാര്യം. സോ ടോട്ടൽ ഫ്ലക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഈ സർഫസിൽ നിന്നും ഈ സർഫസിൽ കൂടെയുള്ള, അങ്ങനെയല്ലേ പറയുക, ഈ സർഫസിൽ കൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യം എന്തായിരിക്കും? വി വിൽ ഫൈൻഡ് ദ ടോട്ടൽ ചാർജ്. ഈ ഗോസിയൻ സർഫസിനകത്തുള്ള ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കുന്നു. നാലാമത്തെ കാര്യം നമ്മളത് ഗോസ് തിയറം ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം വി വിൽ റീറൈറ്റ് ദാറ്റ് ഇക്വേഷൻ ഫോർ ഇ എന്നുള്ളതാണ്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് കെയർഫുള്ളി വാട്ട് ആർ ദ 5 steps ത്രൂ വിച്ച് വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ഇലക്ട്രിക് ഫീൽഡ് യൂസിങ് ഗോസ് തിയറം. സോ ആ ഇക്വേഷൻ നോക്കിയാൽ തന്നെ നമുക്കറിയാം. ഐ വിൽ ഗോ ഫോർ എ ക്വിക്ക് റിവ്യൂ. എങ്ങനെയാണ്? ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്യുന്നു, ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കുന്നു, ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കുന്നു, ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡിന് വേണ്ടിയിട്ട് റീറൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. ഡോണ്ട് വറി അബൌട്ട് ദീസ് തിങ്സ്. ഈവൻ ദോ ഇറ്റ് ഹാസ് സം 5 steps, ദീസ് തിങ്സ് ആർ വെരി ഈസി. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാം? ഒരു കോപ്പർ ഷെൽ മീൻസ് സംതിങ് ദാറ്റ് ഈസ് ഹോളോ ഇൻസൈഡ്. ഒരു കോപ്പർ കൊണ്ടുള്ള ഷെല്ല് നമ്മൾ സങ്കല്പിക്കുക. ഇങ്ങനെ എ സ്ഫെറിക്കൽ തിങ് മെയ്ഡ് ഓഫ് കോപ്പർ ദാറ്റ് ഈസ് ഹോളോ ഇൻസൈഡ്. ഓക്കെ, അതിൻ്റെ സെൻറ്ററാണിത്. അതിൻ്റെ റേഡിയസ് വി ടേക്ക് ഇറ്റ് ആസ് ക്യാപിറ്റൽ R ആൻഡ് വി ഇമാജിൻ എ ചാർജ് ഓഫ് Q ഗിവൺ ടു ദാറ്റ്. സേ പോസിറ്റീവ് ചാർജ് Q ഈസ് ഗിവൺ. ഇങ്ങനെ നമ്മളതിനെ യൂണിഫോമായിട്ട് വരയ്ക്കാൻ കാരണം എന്താ? ബിക്കോസ് കോപ്പർ ഈസ് കണ്ടക്ടർ. സോ നാച്ചുറലി ദ ചാർജ് ഗിവൺ വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ഓവർ ദ സർഫസ്. ഇനി നമുക്ക് ഒരു ഉദാഹരണത്തിന് ഈ കോപ്പർ ബോൾ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ അളവ് കണ്ടുപിടിക്കണം. ഇവിടെ ഒരു എക്സ്റ്റേണൽ പോയിൻ്റായ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നിരിക്കട്ടെ. നൗ വി ഹാവ് ടു അപ്ലൈ ത്രൂ ഓർ വി ഹാവ് ടു ഗോ ത്രൂ ദീസ് 5 steps. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വി ഇമാജിൻ an appropriate Gaussian surface.
അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ, ഈ പോയിന്റിലേക്കുള്ള ദൂരം വി ടേക്ക് ഇറ്റ് as സ്മോൾ ആർ. ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ് വിത്ത് ദ റേഡിയസ് ക്യാപിറ്റൽ ആർ. ഓക്കെ, എന്നിട്ട് നമ്മളൊരു സിമെട്രിക് സിറ്റുവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വി ഇമാജിൻ എ സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് ലൈക്ക് ദിസ്. ഒരു സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് സങ്കല്പിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ചിത്രം നിങ്ങൾ വരച്ചെടുക്കണം. അപ്പോൾ ചാർജ്ഡ് സ്ഫിയർ അല്ലെങ്കിൽ ഷെൽ അവിടെ ഉണ്ട്, അതിൻ്റെ റേഡിയസ് കാണിക്കണം. അതിന് നമ്മൾ ഇങ്ങനെ ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എഴുതേണ്ട എന്താണെന്നറിയോ, ഇമാജിൻ സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് വിത്ത് റേഡിയസ് സ്മോൾ ആർ കോൺസെൻട്രിക് വിത്ത് ദ ഷെൽ, കോൺസെൻട്രിക് വിത്ത് ദ ചാർജ്ഡ് ഷെൽ. അപ്പോൾ ഈ ചാർജ്ഡ് ഷെല്ലിൻ്റെ അതേ സെൻറ്ററും ഈ റേഡിയസുമുള്ള ഒരു ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്യുക. സോ ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് തിങ്. അപ്പോൾ നമ്മളത് ഇമാജിൻ ചെയ്തു. ഇനി ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ നോക്കണേ, ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇ ഡോട്ട് എസ് ആണ്. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ് എന്ന് നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഈസ് ഇ. ഇനി ഈ സർഫസ് ഏരിയ എവിടെ എടുത്താലും ഇയുടെ അതേ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളത് അവിടെ വരച്ച് കാണിക്കുക, അതേ ഡയറക്ഷനിലേക്ക്. എസ് ഈസ് ഈക്വൽ ടു 4πr² എന്ന് എഴുതുന്നു. അപ്പോൾ ഏരിയ വെക്ടറായി, ഇലക്ട്രിക് ഫീൽഡ് വെക്ടറായി, രണ്ടും ഒരേ ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എസ് ഈസ് ഈക്വൽ ടു, ഇതേ സ്റ്റെപ്പ് തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇ ഡോട്ട് എസ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 4πr² ഇൻറ്റു കോസ് തീറ്റ, ദാറ്റ് ഈസ് കോസ് 0. കോസ് 0 എത്രയാ? 1 ആണ്. സോ ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 4πr² എന്ന് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ഗോസിയൻ സർഫസിനകത്തുള്ള ടോട്ടൽ ചാർജാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ഈ വാട്ട് എവർ ചാർജ് യു ആർ ഗിവിങ് ടു ദാറ്റ് ഷെൽ ഈസ് ദർ ഇൻസൈഡ് ദാറ്റ് ഗോസിയൻ സർഫസ്. സോ ടോട്ടൽ ചാർജ് വിൽ ബി ഈക്വൽ ടു ക്യൂ. എഴുതണം എൻ്റെ കൂടെ. ഇനി നമ്മൾ ഗോസ് തിയറം ഇക്വേഷനിലേക്ക് ഇത് അപ്ലൈ ചെയ്യണം. എന്താ ഗോസ് തിയറം ഇക്വേഷൻ? ഇത്ര എഴുതി കഴിഞ്ഞാൽ നാലാമത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? ഈ ഇക്വേഷൻ എഴുതുക. ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ടോട്ടൽ ചാർജ് എന്ന് എഴുതുക. അങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ ആ കാര്യത്തിലേക്ക് നമ്മളിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോട്ടൽ ഫ്ലക്സ് എത്രയാണ്? ഇ ഇൻറ്റു 4πr² ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ടോട്ടൽ ചാർജ് എത്രയാണ്? ക്യൂ ആണ്. സോ യു ഹാവ് ദാറ്റ് ഇക്വേഷൻ. ഇത് നമ്മൾ ഗോസ് തിയറം അപ്ലൈ ചെയ്ത ഇക്വേഷനാണ്. ഇനി ഇക്ക് വേണ്ടി ഇക്വേഷൻ റീറൈറ്റ് ചെയ്യുക. ഇക്വേഷൻ റീറൈറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഇ ഈസ് ഈക്വൽ ടു, ഈ ടേം ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ വരുത്തുന്നുണ്ട്. 1/4πയുടെ കൂടെ ε0 ചേർത്ത് എഴുതുന്നു. ഇനിയോ Q/small r² എന്ന് എഴുതുന്നു. സോ യു ഗോട്ട് ദി ഇക്വേഷൻ ഫോർ ദി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് ഷെൽ വിത്ത് എ ചാർജ് Q ഓൺ ഇറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ r. അപ്പോൾ ഇത് ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇത് പുറത്തുള്ള ഒരു പോയിൻ്റാണ് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത്. ആശയം മനസ്സിലായോ? അപ്പോൾ നിങ്ങളത് ഒരിക്കൽ കൂടെ ഒന്ന് എടുത്തെഴുതി പഠിക്കുക. ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് കോപ്പർ ഷെൽ ഓർ എ ചാർജ്ഡ് കണ്ടക്റ്റിംഗ് ഷെൽ വിത്ത് എ ചാർജ് Q ഓൺ ഇറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ r ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q/r² എന്ന് എഴുതുക. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ കാര്യം 3 തരത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. 3 തരത്തിൽ ചോദിക്കാം. ഒന്നാമത്തേത് സ്മോൾ r ലെസ് ദാൻ ക്യാപിറ്റൽ R. സ്മോൾ r ലെസ് ദാൻ ക്യാപിറ്റൽ R ഓർ സ്മോൾ r, ഇതങ്ങനെയല്ലല്ലോ, സ്മോൾ r ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ R എന്നാണ് അല്ലേ? എന്ന് വെച്ചാൽ ഈ പോയിൻ്റ് പുറത്താണ്, റേഡിയസിനേക്കാൾ കൂടുതലാണ് ആ പോയിന്റിലേക്കുള്ള ദൂരം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ കേസാണ് ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ,
ഇനി രണ്ടാമത്തെ കേസസ് ക്യാപിറ്റൽ ആർ ആൻഡ് സ്മോൾ ആർ ആർ ഈക്വൽ എന്ന് വരാം. അങ്ങനെ വരികയാണെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവുക? യു ഹാവ് ടു ഗോ ത്രൂ ഓൾ ദ സെയിം സ്റ്റെപ്സ്. ഒറ്റ വ്യത്യാസം എന്താണ്? ഹിയർ യു വിൽ ബി റൈറ്റിംഗ് ക്യാപിറ്റൽ ആർ, ഹിയർ യു വിൽ ബി റൈറ്റിംഗ് ക്യാപിറ്റൽ ആർ, ഹിയർ ഓൾസോ യു വിൽ ബി റൈറ്റിംഗ് ക്യാപിറ്റൽ ആർ. അതാണ് രണ്ടാമത്തെ കേസായിട്ട് ചോദിച്ചാൽ എഴുതേണ്ടത്. ഇപ്പോൾ രണ്ടാമത്തെ കേസ് മനസ്സിലായില്ലേ? എന്താണത്? സർഫസിലെ ഇലക്ട്രിക് ഫീൽഡാണ്. അത് ഒന്ന് എടുത്തെഴുതിക്കോ. ദി ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്റ്റിംഗ് ഷെൽ E is equal to 1/4πε0 into Q divided by capital R square. ഇനി മൂന്നാമത്തേത് സ്പെഷ്യൽ കേസാണ്. നന്നായി ശ്രദ്ധിക്കണം. ക്യാപിറ്റൽ ആർ ഗ്രേറ്റർ ദാൻ സ്മോൾ ആർ. ക്യാപിറ്റൽ ആർ ഗ്രേറ്റർ ദാൻ സ്മോൾ ആർ ഓർ സ്മോൾ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ദ പോയിൻ്റ് വിൽ ബി സംവർ ഹിയർ ഇൻസൈഡ്. ആൻഡ് ദി ഗോസിയൻ സർഫസ് യു ആർ ഇമാജിനിങ് വിൽ ബി ലൈക്ക് ദിസ്. അതിനകത്തായിരിക്കും അപ്പം, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിനകത്ത് ചാർജൊന്നും ഇല്ല. എഗെയിൻ ദ 5 steps വിൽ ബി ദ സെയിം. എന്താ വ്യത്യാസം ഉണ്ടാവുക? ദിസ് സ്റ്റെപ്പ് ഈസ് ദ സെയിം, ദിസ് സ്റ്റെപ്പ് ഈസ് ഇവിടെ Q ഈസ് ഈക്വൽ ടു 0 എന്നാണ് വരിക. ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു Q എന്നല്ല വരിക. എന്താണ് വരിക? 0 എന്നാണ് വരിക. നിങ്ങളൊരു സെപ്പറേറ്റ് സ്റ്റെപ്പായിട്ട് അത് എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അപ്ലൈയിങ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 എന്നാണ് നിങ്ങൾക്ക് വരിക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് വരിക. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ചാർജ്ഡ് കോപ്പർ ഓർ ചാർജ്ഡ് കണ്ടക്റ്റിംഗ് ഷെൽ ഈസ് 0. അതായത് നിങ്ങളൊരു ഷെല്ലിനെ ചാർജ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കോപ്പർ ബോളിനെ ചാർജ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തല്ല ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, പക്ഷേ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. രസകരമല്ലേ ആ കാര്യം? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പുറത്തേ ഉള്ളൂ, അകത്ത് ഇല്ല. ഈ ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആശയത്തെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നാണ് വിളിക്കുക. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്? ഇതിന് വലിയ ഉപയോഗങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. നിങ്ങൾ ഒരു കാറിലിരിക്കുകയെന്നിരിക്കട്ടെ. നിങ്ങളൊരു കാറിലാണ് ഇരിക്കുന്നത് സങ്കല്പിക്കുക. മഴയൊക്കെ ഉള്ളൊരു സമയത്ത് കാറിൻ്റെ മെറ്റൽ ബോഡിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ഒരു കണ്ടക്റ്റിംഗ് ആയ ബോഡിയാണത്. അപ്പോൾ നിങ്ങൾ കാറിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നു എന്നിരിക്കട്ടെ. മഴ പെയ്ത് ഇടിയൊക്കെ വെട്ടി എന്ന് പറഞ്ഞാൽ കാറിൻ്റെ സർഫസിലേക്ക് ചാർജ് വരും. ഇങ്ങനെ ചാർജ് വരും. അങ്ങനെ പുറത്തോടെ മൊത്തം ചാർജ് ആയാലും കാറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. യു ആർ സേഫ് ഇൻസൈഡ് ദ കാർ എന്നാണ് അർത്ഥം. അപ്പോൾ ഇടിവെട്ടുന്ന ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിനകത്ത് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ യു ആർ അബ്സല്യൂട്ട്ലി സേഫ് ബിക്കോസ് ഓഫ് ദിസ് ഐഡിയ. ഇങ്ങനെ ഒരു കണ്ടക്റ്റിംഗ് ആയ ഷെല്ലിൻ അകത്തിരിക്കുന്ന വസ്തുവിന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല എന്ന ആശയത്തെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നാണ് പറയുക. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഡെഫിനിഷൻ എഴുതി വെച്ചോ. പ്രൊട്ടക്റ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ബൈ എന്തിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡിൽ നിന്നാണ്. അപ്പോൾ പ്രൊട്ടക്റ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ഫ്രം ഇലക്ട്രിക് ഫീൽഡ് ബൈ കീപ്പിംഗ് ഇറ്റ് ഇൻസൈഡ് എ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഓക്കെ. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ഇനി അതിന് വേറൊരു രീതിയിൽ നമുക്കതിനെ വിശദീകരിക്കാം. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണെന്നിരിക്കട്ടെ. അവിടെ നിങ്ങൾ കണ്ടക്റ്റിംഗ് ആയ ഒരു കോപ്പറിൻ്റെ ഷീറ്റ് ഇങ്ങനെ വെച്ചു, ഒരു കണ്ടക്റ്റിംഗ് ആയ ഒരു കോപ്പർ ബോക്സ് ഇങ്ങനെ വെച്ചു എന്നിരിക്കട്ടെ. കോപ്പർ ബോക്സ് വെച്ചു. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോണുകൾക്കൊക്കെ എന്താ സംഭവിക്കുക? ഇവിടെയുള്ള ഇലക്ട്രോണുകളെല്ലാം ഇങ്ങോട്ട് വരും. എല്ലാ ഇലക്ട്രോണുകളെയും ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് പുഷ് ചെയ്യും, അല്ലേ? അപ്പോൾ ഈ ഭാഗം പോസിറ്റീവ്ലി ചാർജ്ഡാവും, ഈ ഭാഗം ഈക്വലി നെഗറ്റീവ്ലി ചാർജ്ഡാവും. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഈ പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടും ഉണ്ടാകും. ഇവിടെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കണമെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്കല്ലേ. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. സോ ദേ ക്യാൻസൽ ഈച്ച് അതർ. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദർ ഈസ് നോ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ്. ഈ കാര്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കെന്താ പഠിക്കാനുള്ളതെന്നറിയോ? അപ്പോൾ ഈ കാര്യം നമുക്ക് മനസ്സിലായി. നമുക്കൊരു ന്യൂമറിക്കൽ എക്സാമ്പിൾ എടുത്ത്
ഇതിനെ ഗ്രാഫിക്കലായിട്ട് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ഈ കാര്യം കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം നമ്മൾ ഒരിക്കൽ കൂടെ എഴുതുകയാണ്. ഓക്കെ, നിങ്ങളത് കൃത്യമായിട്ട് ഒരിക്കൽ കൂടെ എഴുതി വെക്കണേ. ഇത് നമ്മളുടെ ചാർജ്ഡ് ഷെൽ ഞാൻ വരയ്ക്കാൻ പോവാണ് വിത്ത് എ ചാർജ് Q ആൻഡ് റേഡിയസ് R. ഓക്കെ, അപ്പോൾ ഔട്ട്സൈഡ് പോയിൻറ്റ്സ്, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ എഴുതാം അല്ലേ. ഔട്ട്സൈഡ് പോയിൻ്റ് ഈ പോയിൻ്റ് ആണെങ്കിൽ E ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R², പ്രൊവൈഡഡ് ദ ഡിസ്റ്റൻസ് ടു ദാറ്റ് പോയിൻ്റ് ഈസ് സ്മോൾ r. ഇനി സർഫസിൽ ആണെങ്കിലോ ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R². ഇനി ഉള്ളിലാണെങ്കിലോ E ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്ന ചാർജ്, ജസ്റ്റ് ഇമാജിൻ ദ ചാർജ് ഈസ് ടു ബി 2 × 10⁻⁻⁶ കൂളോം ഓർ 2 മൈക്രോ കൂളോം ചാർജ് ആണെന്ന് സങ്കല്പിക്കുക. ഇതിൻ്റെ റേഡിയസ് 1 മീറ്റർ ആണെന്നിരിക്കട്ടെ. എങ്കിൽ 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, ഈ പോയിന്റിൽ 3 മീറ്റർ അകലെയുള്ള ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് E ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷനിലേക്ക് കൊടുത്താൽ മതി അല്ലേ. യു റീറൈറ്റ് ദാറ്റ് ഫോർമുല ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 9 × 10⁻⁹ ഇൻറ്റു Q ഈസ് 2 × 10⁻⁻⁶ divided by, if this distance is 3 meters, this small r is 3, square is 9. So it is 9. So you will get it as 2 × 10⁻³ Newton per coulomb. 2 × 10⁻³ Newton per 2000 Newton per coulomb എന്നാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ സർഫസിലെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സർഫസിലെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കൊടുത്താലും മതി അല്ലേ. ദാറ്റ് ഐ ആം ഡൂയിങ് ഹിയർ. നിങ്ങൾ പിന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ എഴുതുന്നില്ല എന്നൊന്നും കരുതണ്ട. ഒരു ചിത്രം വരച്ച് നമ്മൾ ആശയങ്ങൾ കൃത്യമായാൽ മതി. നിങ്ങളൊരു ചിത്രം വരയ്ക്കണം, വീണ്ടും അതിനകത്തേക്ക് ഡാറ്റ കൊടുക്കണം, ഫോർമുല കൊടുത്ത് എഴുതുക കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? ദിസ് ഈസ് 9 × 10⁻⁹ ഇൻറ്റു ദിസ് ഈസ് 2 × 10⁻⁻⁶ ഡിവൈഡഡ് ബൈ 1. So the answer will be 18 × 10⁻³ Newton per coulomb. 18. Oh, that is expected. ഇവിടെ 18,000 ആണ്, 18,000 ആണ്, ഇവിടെ 2,000 ആണ്. ദിസ് ഈസ് അബ്സല്യൂട്ട്ലി എക്സ്പെക്റ്റഡ്. കാരണം സർഫസിലുള്ളതിൻ്റെ 1/9 മാത്രമേ ഡിസ്റ്റൻസ് 3 ടൈംസ് ആകുമ്പോൾ പോയിന്റിൽ ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ ഡിസ്റ്റൻസിൻ്റെ 3 ടൈംസ് ആണല്ലോ ഇത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്. അത് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഈസ് 0. പരീക്ഷയ്ക്ക് ഇതേ ക്വസ്റ്റ്യൻ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരാം, ആ ഹോംവർക്ക് കൂടെ നിങ്ങൾ നോക്കി ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഈ ഇക്വേഷൻ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. നിങ്ങളോട് ഒന്നുകിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറയാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അളവും റേഡിയസും അല്ലെങ്കിൽ ഡിസ്റ്റൻസും തന്നിട്ട് നിങ്ങളോട് ചാർജ് കണ്ടുപിടിക്കാൻ പറയാം. ഏത് കാര്യം വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു കാര്യം, ഇലക്ട്രിക് ഫീൽഡും ശ്രദ്ധിക്കണേ. അത് ഇങ്ങനെയുള്ള ഒരു സ്ഫിയർ, അതിൽ ചാർജ് കൊടുത്തിരിക്കുന്നു, Q എന്ന ചാർജ്, ക്യാപിറ്റൽ R റേഡിയസ് നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം അല്ലേ, ക്യാപിറ്റൽ R റേഡിയസ്. ഓക്കെ, എന്നിട്ട് പുറത്തേക്കുള്ള പോയിന്റുകൾ സ്മോൾ r എന്ന് കാണിക്കുന്നു. ഇനി അതിൻ്റെ ലെവലിൽ വരയ്ക്കുകയാണ് നമ്മൾ. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഡിസ്റ്റൻസും, സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസും തമ്മിലുള്ള ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ, ഇൻസൈഡ് ദിസ് ഷെൽ യു ഹാവ് നോ ഇലക്ട്രിക് ഫീൽഡ്. സോ ഇറ്റ്സ് അപ് ടു റേഡിയസ് പോയിൻ്റ് ദർ ഈസ് നോ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ സർഫസിലുള്ള ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അളവ് E ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q ബൈ ക്യാപിറ്റൽ R². അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ സർഫസ് വരെ ഇല്ല. അപ്പോൾ സർഫസിലാണ് ആ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. അത് കഴിഞ്ഞാലോ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കുറഞ്ഞു വരും. അതേപോലെയാണ് മറ്റേ ഭാഗത്തേക്ക് പോയാലും സർഫസ് വരെ ഇല്ല,
അവിടുന്ന് ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഈ ഗ്രാഫ് വരച്ച് നിങ്ങൾക്ക് മനസ്സിലായോ? നന്നായിട്ട് വരച്ച് മനസ്സിലാക്കി പഠിക്കുക. ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് 2 എണ്ണം കൂടെ പഠിക്കാനുണ്ട്. നമ്മൾ അടുത്ത 2 ദിവസങ്ങളിലായിട്ട് അത് ചെയ്യും. ഇത് ശരിക്കും ഒറ്റ ക്ലാസ്സിൽ തന്നെ പടപടേത് പറഞ്ഞ് വരുന്നത് തീർത്ത് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ കുറച്ച് സമയമെടുത്ത് എക്സാമ്പിൾ ചെയ്ത് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇതിൻ്റെ ഹോംവർക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അങ്ങനെ ഹോംവർക്ക് നന്നായിട്ട് ചെയ്ത് കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉള്ള കുട്ടികളായിട്ടിരുന്നാൽ നിങ്ങൾക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വേഗം വേഗം ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്റർ കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഇതിനു മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു 10 വർഷത്തിനുള്ളിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഫോർമുല ഒരു ഐഡിയ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിൽ പറഞ്ഞ് പഠിച്ച് മനസ്സിൽ തറവാക്കി വെച്ചിട്ടുണ്ടാവണം. എന്നാൽ ശരിയായില്ലേ? സമ്മതിച്ചില്ലേ? എല്ലാവരും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.